നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. നമുക്കറിയാം, ഇന്നലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകളിൽ വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഫ്രജൈൽ 5 എന്നൊരു പരാമർശം. ഫ്രജൈൽ 5 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നും ഇന്ത്യ പുറത്തു വരികയും ഇന്ത്യ വികസന രംഗത്ത് വികസിത് ഭാരത് എന്നൊരു ലക്ഷ്യവുമായി മുന്നോട്ട് കുതിക്കുകയാണ്. 12 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യ, അതിനപ്പുറം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അപ്പോൾ എല്ലാവരും പരാമർശിച്ച എല്ലാവരും തേടിയൊരു ചോദ്യമാണ്, എന്താണ് ഈ ഫ്രജൈൽ 5 രാജ്യങ്ങൾ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. എങ്ങനെ ഇന്ത്യ അതിനെ മറികടന്നു, അത് സംബന്ധിച്ച് വരുന്ന ചില വിമർശനങ്ങൾ കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നോക്കാം, എന്താണ് ഫ്രജൈൽ 5 രാജ്യങ്ങൾ? ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങൾ മൂലം വേഗത്തിൽ തകർച്ച നേരിടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് പൊതുവിൽ ഫ്രജൈൽ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയും ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലിയാണ് ഈ പദം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഫ്രജൈൽ ലാൻഡ്, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള, പെട്ടെന്ന് പ്രതിസന്ധിയിൽപ്പെടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന കണക്കിലാണ് അത് പെടുന്നത്. അതിന് കാരണം മറ്റൊന്നുമില്ല, ആ രാജ്യത്തിൻ്റെ കാരണങ്ങൾക്കപ്പുറം മറ്റ് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതിൻ്റെ മുന്നോട്ട് പോക്ക് ആ രാജ്യങ്ങളുടെ, ആ ലിസ്റ്റിലുള്ള രാജ്യങ്ങളുടെ. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ കരുതപ്പെട്ടത്. ഇന്ത്യയും ആ രീതിയിലേക്കാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്കായി വിദേശ നിക്ഷേപങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾ പൊതുവിൽ അങ്ങനെയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മറ്റ് വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കാലാകാലങ്ങൾ നേടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അത് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു ഘടകവും കണക്കിലുമാണ് ഇന്ത്യ കൂടി ആ പട്ടികയിൽ ഉൾപ്പെട്ടതിന് കാരണം. വിദേശ നിക്ഷേപ ആശ്രയത്വം, ഒപ്പം തന്നെ കറണ്ട് അക്കൗണ്ട് കമ്മി എന്നിവയുള്ള രാജ്യങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, വിദേശ നിക്ഷേപത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കമ്മി രാജ്യങ്ങളാണ്, കറണ്ട് കമ്മി അത് കൂടുതലാണ്. കാരണം നമുക്ക് കൂടുതലായി ഇറക്കുമതിയാണ്, കയറ്റുമതി വളരെ കുറവാണ്. അതാണ് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ തളർച്ചയോ വളർച്ചയോ നമ്മെ കൂടുതലായി ബാധിക്കുമെന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ പലിശ നയങ്ങളിലും മറ്റും ഉണ്ടാകുന്ന മാറ്റം ഇന്ത്യയിൽ ഗുരുതരമായി പ്രതിഫലിക്കാറുള്ളത് മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. അതാണ് സ്വാഭാവികമായും ആ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫ്രജൈൽ 5 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന കാര്യമാണ്. ഫ്രജൈൽ 5 രാജ്യങ്ങൾ ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി, ഇങ്ങനെ ഒരു 5 രാജ്യങ്ങളെയാണ് ഈ പ്രത്യേക പട്ടികയിൽപ്പെടുത്തിയത്. നമ്മൾ വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിലാണ്, അതായത് നമുക്ക് വളർച്ച നേടുന്നുണ്ട്, വളർച്ച നേടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആ വളർച്ചയ്ക്കിടയിലും നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ആശ്രിതത്വം മറ്റിടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ തന്നെ നമ്മൾ വീണ്ടും പോയേക്കാം. ആ പട്ടികയിൽപ്പെടുന്ന ഒരു 5 രാജ്യങ്ങളെയാണ് ഇങ്ങനെ മോർഗൻ സ്റ്റാൻലി പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടികയുടെ നമ്മളും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇന്ത്യ, ഈ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത് പോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടികയിൽ നിന്നും നമ്മൾ പുറത്തു വന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന കാര്യം കൂടി നോക്കാം. ഒന്ന്, ഈ നമ്മുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ വർധനമുണ്ടായി. നമ്മൾ വിദേശ നാണയ കരുതലിൽ വളരെ പ്ലാൻഡായ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശ ആശ്രിതത്വത്തെ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നീക്കം. മറ്റൊന്ന്, ഇറക്കുമതി കുറച്ചു, കയറ്റുമതി പ്രോത്സാഹിപ്പിച്ചു. സ്വാഭാവികമാണ്, ഇറക്കുമതി കൂടുമ്പോൾ സ്വാഭാവികമായും വിദേശ നാണയ വിനിമയമാണ് അവിടെ സംഭവിക്കുന്നത്. കയറ്റുമതി കൂടുതൽ പ്രാധാന്യം നൽകി. അത് സ്വാഭാവികമായും നമുക്ക് വിദേശ നാണയം നേടിത്തരുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, വിലക്കയറ്റവും പണപ്പെരുപ്പവും കൃത്യമായ പരിധിക്കുള്ളിൽ നിർത്തിയെന്ന മറ്റൊരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് കാലാകാലങ്ങളുമായി ഇന്ത്യ നടപ്പിലാക്കിയ ചില നയങ്ങളുടെ പ്രാധാന്യമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. മറ്റൊന്നൊരു കാര്യം, വൻതോതിലുള്ള ദീർഘകാല വിദേശ നിക്ഷേപം. നമുക്കറിയാം, രാജ്യത്ത് മുമ്പുണ്ടായിരുന്ന വിദേശ നിക്ഷേപം മുമ്പും വരാറുണ്ടെങ്കിൽ കൂടിയും വരാറുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ചില പരിമിതികൾ ഹ്രസ്വകാല നിക്ഷേപങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് അവർ പണം പിൻവലിക്കപ്പെടുമ്പോൾ നമ്മുടെ വിപണിയിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ ദീർഘകാലത്തേക്കുള്ള വൻതോതിലുള്ള വിദേശ നിക്ഷേപം വന്നതോടുകൂടി ഒരു സാമ്പത്തിക സ്ഥിരത പൊതുവിൽ ഉണ്ടാകാൻ ഇടയാക്കി എന്നതാണ് അത് നമുക്ക് നേട്ടമായി. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രജൈൽ 5 എന്ന ലിസ്റ്റിൽ നിന്നും മറികടന്നത് എന്നതാണ് ഒരു കണക്കെടുപ്പ്. മറ്റൊന്ന്, ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ GST ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ മറ്റ് വ്യവസ്ഥകളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് പൊതുവിൽ സുതാര്യതയും ലളിതവൽക്കരണവും നടന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പാദനം നടത്തുക, ഇങ്ങനെയുള്ള ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ നടപ്പിലാക്കി. അത് നമുക്ക് ഗുണം ചെയ്തു എന്നതാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 12 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്.
നേട്ടമാണ്. സ്വാഭാവികമായി ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്നതാണ് പ്രധാനമന്ത്രി ഇന്നലെ അവകാശപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു ചുരുക്കം ഇതാണ്. അതായത് ഫ്രജൈൽ 5 ലിസ്റ്റിൽ നിന്നും ഇന്ത്യ എങ്ങനെ പുറത്തു കടന്നു എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദമാക്കുന്ന ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അവിടെയും ഒരു വിമർശനം ഉയരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഫ്രജൈൽ 5 നമ്മൾ മറികടന്നുകൂടെ, എല്ലാം നമ്മൾ സാധ്യമായോ എന്ന ചോദ്യമാണ്. പക്ഷേ അവിടെ ഇപ്പോഴും വിമർശനപരമായി ഉയർന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ മാക്രോ ലെവലിൽ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ മൈക്രോ ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും പ്രതിസന്ധിയാണ്. ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, നമുക്കിപ്പോഴും കുറഞ്ഞ വലിയ പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്, ഏറ്റവും വലിയ സമ്പന്നരുമുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു പട്ടിക പ്രകാരം രാജ്യത്തെ അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ദരിദ്രരുടെ എണ്ണം കൂടുന്നതുമുണ്ട്. അപ്പോൾ സമ്പത്ത് ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നൊരാശങ്ക അത് ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നമ്മുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും സമ്പത്ത് കൂടുതൽ ആളുകളിലേക്ക് എന്നത് ചിലരിലേക്ക് മാത്രം ഒതുങ്ങുന്ന അവസ്ഥയുണ്ടായി. മറ്റൊന്ന് നമ്മുടെ കണക്കെടുപ്പാണ്. നമ്മളിപ്പോൾ ഈ മാക്രോ ലെവൽ കണക്കെടുപ്പ് നടത്തുമ്പോൾ മൈക്രോ ലെവൽ കണക്കെടുപ്പ് നടത്താതെ പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വളർച്ച കണക്കെടുക്കുന്നതിൽ ചില അവ്യക്തതകൾ ഉണ്ടായോ എന്ന ആശങ്ക കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് സംബന്ധിച്ച ചില വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.